നിങ്ങളുടെ ഔദാര്യത്തെപ്പറ്റി നിങ്ങൾ മറന്നേക്കുക. ആ പ്രവൃത്തി മുഴുവനായും മറക്കുക. ഒരു പ്രകാശവും മാധുര്യവുമുള്ള ഒരു ശബ്ദവും നിങ്ങളോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കും. അവ നിങ്ങളുടെ ജീവിതത്തെ ഉജ്ജ്വലവും മധുരകരവും സന്തുഷ്ടവുമാക്കും. എന്തുകൊണ്ടെന്നാൽ ആ പ്രകാശം ദൈവത്തിൻ്റെ പുഞ്ചിരിയും മാധുര്യവും ആത്മീയമായ സമാധാനവും നൽകുന്നു. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം പിതാവായ ദൈവത്തിൻ്റെ കൃതജ്ഞതാസ്വരമാകുന്നു. ദൈവം നിങ്ങളിലെ നിഗൂഢമായ തിന്മയെയും നന്മയെയും കാണുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം തരികയും ചെയ്യുന്നു. എനിക്ക് കഴിയുന്നത് എന്തെന്നാൽ, ഗുരു അവിടുന്ന് സ്വന്തം വാക്കുകൾക്കെതിരായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്നും ആരോ ഒരാൾ അതിശയസ്വരത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ശബ്ദം കേട്ട വശത്തേക്ക് എല്ലാവരും തിരിഞ്ഞു നോക്കി. ആകെ കൂടി അത് ചെറിയൊരു ബഹളമായി. ഉടനെ പത്രോസ് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഇങ്ങനെ തുടങ്ങിയാൽ എല്ലാം കുഴപ്പത്തിലാകും. ജനക്കൂട്ടത്തിലുള്ള പലരും ശകാരക്കാരനെതിരായി കൂവി വിളിക്കുകയും പിറുപിറുക്കുകയും ചെയ്തു. ഈശോ മാത്രം ശാന്തനായി അവിടെ തന്നെ നിന്നു. അവിടുന്ന് കൈകൾ കൂപ്പി നിന്നതേയുള്ളൂ. ശകാരക്കാരൻ ജനങ്ങളുടെ പ്രതികരണത്തിന് വഴങ്ങാതെ ഇപ്രകാരം തുടർന്നു. നിങ്ങളൊരു ചീത്ത ഗുരുവാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് സ്വയം പ്രവർത്തിച്ചു കാണിക്കുന്നില്ല. കൂടാതെ മിണ്ടാതിരിക്കൂ, ദൂരെ പോകൂ, ലജ്ജാവഹം എന്നിങ്ങനെ ജനക്കൂട്ടം ആർത്തു വിളിച്ചു. അവർ വീണ്ടും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശാസ്ത്രിമാരുടെ അടുത്തേക്ക് പോകുക. ഈ ഗുരു ഞങ്ങൾക്ക് ധാരാളം മതി. കപടഭക്തന്മാരോടൊപ്പം പോകുക. അവർക്കാണ് ചീത്ത ഗുരുക്കന്മാരും അന്യായ പലിശക്കാരും ഉള്ളത്. ജനങ്ങൾ ഇങ്ങനെ തുടർന്നു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈശോ ദൃഢസ്വരത്തിൽ ആജ്ഞാപിച്ചു, എല്ലാവരും മിണ്ടാതിരിക്കണം, അയാൾ സംസാരിക്കട്ടെ. അതോടെ ജനങ്ങൾ സംസാരം നിർത്തിയെങ്കിലും അയാളെ നോക്കി അവർ പിറുപിറുത്തു കൊണ്ടിരുന്നു. അപ്പോൾ ശകാരക്കാരൻ ഇപ്രകാരം പറഞ്ഞു, അതെ, നിങ്ങൾ പഠിപ്പിക്കുന്നത് സ്വയം പ്രവർത്തിച്ചു കാണിക്കുന്നില്ല. മറ്റുള്ളവർ കാണാതെ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് താങ്കൾ ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ ഈ മുഴുവൻ ജനക്കൂട്ടത്തിൻ്റെയും സാന്നിധ്യത്തിൽ പാവപ്പെട്ട രണ്ടാളുകളോട് നിങ്ങൾ ഇവിടെ നിൽക്കുക, നിങ്ങളുടെ വിശപ്പ് ഞാൻ തീർക്കാമെന്ന് താങ്കൾ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, പാവപ്പെട്ട രണ്ടുപേരും ഇവിടെ നിൽക്കുക, അനുഗ്രഹീതരായ അതിഥികൾ ഞങ്ങളുടെ അപ്പത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്നും പറഞ്ഞില്ല. അവരുടെ വിശപ്പ് തീർക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏതു പാവപ്പെട്ടവൻ്റെ കയ്യിലാണ് അല്പം അപ്പമെങ്കിലും ഇല്ലാത്തത്? നിങ്ങളുടെ സൗഹൃദം അവരുമായി പങ്കിടുന്നത് എനിക്ക് സന്തോഷകരമായിരുന്നു. തീർച്ചയായും നിങ്ങൾ ബുദ്ധിശാലിയാണ്. പാവപ്പെട്ടവരെ കബളിപ്പിക്കാൻ താങ്കൾക്കറിയാം. നാം കഴിഞ്ഞ ദിവസം കണ്ട വൃദ്ധനായ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ഊന്നുവടി ചുഴറ്റിക്കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, നരകത്തിൻ്റെ നാവുകൊണ്ട് ഈ ഏകപരിശുദ്ധനെ ശകാരിക്കുന്നത് ആരാണ്? എല്ലാം അറിയാമെന്നാണോ നിന്റെ വിചാരം? നിന്റെ അറിവ് വെച്ചുകൊണ്ട് അവിടത്തെ ശകാരിക്കുവാൻ നീ ആരാണ്? ദൈവം ആരാണെന്ന് നിനക്കറിഞ്ഞുകൂടാ. നീ ആരെ ശകാരിക്കുന്നുവോ അവിടുന്ന് തന്നെയാണത്. അതിനാൽ അവിടുത്തെ പ്രവൃത്തികൾ മനസ്സിലാക്കുവാൻ നിനക്ക് കഴിയുകയില്ല. മാലാഖമാർക്കും അതിസന്തുഷ്ടമായ എൻ്റെ ഹൃദയത്തിന് മാത്രമേ അതിനു കഴിയുകയുള്ളൂ. അല്ലയോ ജനങ്ങളെ, ദേവാലയത്തിലെ അഹംഭാവിയും ചതിയനുമായ ഈ മനുഷ്യൻ പറയുന്നത് പോലെ ഈശോ കള്ളം പറഞ്ഞവനാണോ? അവിടുന്ന് ഇസ്മയേൽ മിണ്ടാതിരിക്കൂ, എന്നെ ഓർത്ത് ഒന്നും മിണ്ടാതിരിക്കൂ. ഞാൻ നിങ്ങളെ സന്തുഷ്ടനാക്കിയെങ്കിൽ നിശബ്ദത പാലിച്ചുകൊണ്ട് നിങ്ങൾ എന്നെയും സന്തുഷ്ടനാക്കൂ. അല്ലയോ ദൈവത്തിൻ്റെ പുത്ര, അവിടുന്ന് പറയുന്നത് ഞാൻ അനുസരിക്കുന്നു. എന്നാൽ ഞാൻ ഇത്രമാത്രം പറഞ്ഞു കൊള്ളട്ടെ, വൃദ്ധനും വിശ്വാസിയുമായ ഒരു ഇസ്രായേൽക്കാരൻ്റെ അനുഗ്രഹം അവിടത്തേക്കുണ്ട്. ദൈവനാമത്തിൽ അവിടുന്ന് എന്നെ സഹായിച്ചു. എനിക്കും സാറായ്ക്കും വേണ്ടി ദൈവം തൻ്റെ അനുഗ്രഹ വശസ്സുകൾ എൻ്റെ ആദരങ്ങളിൽ നിക്ഷേപിച്ചു. സാറ എൻ്റെ പുതിയ മകളാണ്. എന്നാൽ ഈ ശകാരക്കാരൻ്റെ ശിരസിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എത്തിയിട്ടില്ല. ഞാൻ അയാളെ ശപിക്കുന്നില്ല. എന്നെ സ്വീകരിച്ചാലും എന്ന് ദൈവത്തോട് പറയുന്ന അതേ അധരങ്ങൾ കൊണ്ട് ഇയാളെ ശപിക്കുക എന്ന പാപം ഞാൻ ചെയ്യുന്നില്ല. എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞ മകളെയും ഞാൻ ശപിക്കുന്നില്ല. അതിന് എനിക്ക് ദിവ്യമായ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇയാൾ അധിക്ഷേപിക്കുന്ന ഈ നിഷ്കളങ്കനും ദൈവത്തിൻ്റെ സുഹൃത്തായ ഇസ്മയേലും ചെയ്യാതിരിക്കുന്നത് ദൈവം ഇയാളോട് ചെയ്തു കൊള്ളും. ജനങ്ങളുടെ ആരവം മുഖേന സംസാരം തുടരാൻ കഴിയാതെ വൃദ്ധൻ ഇരുന്നു. ജനങ്ങളുടെ അധിക്ഷേപം സഹിക്കവയ്യാതെ ശകാരക്കാരൻ പതുങ്ങി പതുങ്ങി കടന്നു കളഞ്ഞു. ജനങ്ങൾ ഈശോയോട് പറഞ്ഞു, പരിശുദ്ധനായ ഗുരു, പ്രസംഗം തുടർന്നാലും. അവിടുന്ന് പറയുന്നത് മാത്രമേ ഞങ്ങൾ കേൾക്കുകയുള്ളൂ.
ഇത്തരം ശകുനമുടുക്കികൾ പറയുന്നത് അവിടുന്ന് ശ്രദ്ധിക്കേണ്ട. അവരെ എന്നതിനേക്കാൾ അധികമായി ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അതിൽ അവർക്ക് അസൂയയുണ്ട്. എന്നാൽ അങ്ങ് പരിശുദ്ധനാണ്. അവർ ദുഷ്ടന്മാരും. അതിനാൽ പ്രസംഗം തുടരുക, ഞങ്ങളോട് സംസാരിക്കുക. അങ്ങ് പറയുന്നത് കേൾക്കണമെന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ആഗ്രഹവുമില്ല. ഞങ്ങളുടെ വീടുകളുടെയും ബിസിനസ്സിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഞങ്ങൾ മറന്നിരിക്കുന്നു. അങ്ങ് പറയുന്നത് കേൾക്കാൻ വേണ്ടി അതെല്ലാം വിട്ടുകളഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ശരി, ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എന്നാൽ ഇവിടെ സംഭവിച്ചതോർത്ത് നിങ്ങൾ അസ്വസ്ഥരാവരുത്. സാധുക്കളായ ഇത്തരം ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും അവരോട് ക്ഷമിക്കുവിൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്ന പക്ഷം സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് വിദ്വേഷം വയ്ക്കുകയും അവരോട് ക്ഷമിക്കാതിരിക്കുകയും ചെയ്താൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല. ക്ഷമിക്കപ്പെടേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ പ്രതിഫലം ചോദിച്ചില്ലെങ്കിൽ പോലും ദൈവം പ്രതിഫലം തരുമെന്നാണല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ നന്മ ചെയ്യുന്നത് പ്രതിഫലം കിട്ടുന്നതിനു വേണ്ടിയോ ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയോ ആവരുത്. ഭയത്താൽ പരിമിതമാക്കപ്പെട്ട മനസ്സോടെ ആയിരിക്കരുത് നന്മ ചെയ്യുന്നത്. നിങ്ങൾ ഇപ്രകാരം ചിന്തിക്കരുത്, അതായത് ഇങ്ങനെ കൊടുത്താൽ എനിക്ക് ആവശ്യമുള്ളത് ബാക്കി കാണുമോ? എനിക്ക് ഒന്നുമില്ലാതെ വന്നാൽ ആരാണ് എന്നെ സഹായിക്കുക? ഞാൻ ചെയ്യുന്നത് പോലെ മറ്റാരെങ്കിലും ചെയ്യുമോ? ദാനധർമ്മം ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലാതായാൽ ആരെങ്കിലും എന്നെ സ്നേഹിക്കുമോ? നോക്കൂ, എനിക്ക് ധനവാന്മാരായ നല്ല സുഹൃത്തുക്കളുണ്ട്, പാവപ്പെട്ട സുഹൃത്തുക്കളുമുണ്ട്. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവരിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് ധനവാന്മാരോടല്ല. എൻ്റെ എന്തെങ്കിലും കാര്യത്തിനോ ആദായത്തിനോ അല്ല ഞാൻ അവരുടെ അടുത്ത് പോകുന്നത്. എന്നാൽ ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി എൻ്റെ പക്കൽ വളരെയധികം തരുവാൻ അവർക്ക് കഴിയും. ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് യാതൊരു സമ്പത്തുമില്ല. ഈ ലോകത്തിലുള്ള സകല സമ്പത്തും വിശക്കുന്നവർക്ക് അപ്പമായും വീടില്ലാത്തവർക്ക് വീടായും നഗ്നർ വസ്ത്രമായും രോഗികൾക്ക് ഔഷധമായും മാറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങേക്ക് രോഗികളെ സുഖപ്പെടുത്താൻ കഴിയുമല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അതെ, എനിക്കതും മറ്റു പലതും കഴിയും. എന്നാൽ ആളുകളിൽ വിശ്വാസം കണ്ടെത്താൻ എപ്പോഴും കഴിയാറില്ല. ആളുകളുടെ ഹൃദയത്തിൽ എന്നെ സംബന്ധിച്ച വിശ്വാസമില്ലെങ്കിൽ എനിക്ക് കഴിയുന്നതോ ഇഷ്ടമുള്ളതോ ആയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. വിശ്വാസമില്ലാത്തവരെയും സഹായിക്കണമെന്ന് എനിക്കുണ്ട്. മനുഷ്യപുത്രനോട് അത്ഭുതങ്ങൾ കാണിക്കുവാൻ അവൻ ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുവാനാണ് എനിക്കിഷ്ടം. എന്നാൽ എൻ്റെ പക്കൽ യാതൊന്നും തന്നെയില്ല. അതുകൊണ്ടാണ് ധനവാന്മാരുടെ പക്കലേക്ക് ഞാൻ കൈനീട്ടുന്നത്. ഞാൻ അവരോട് പറയുന്നു, ദൈവനാമത്തിൽ എനിക്ക് വല്ലതും തരിക. അതിനുവേണ്ടിയാണ് സമ്പന്നന്മാരായ ആളുകളുമായി ഞാൻ സൗഹൃദം പുലർത്തുന്നത്. ഇനി ഒരിക്കൽ ഞാൻ ഭൂമിയിൽ ഇല്ലാതെയാകുമ്പോഴും ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ ഉണ്ടാവും. എന്നാൽ വിശ്വാസികൾക്ക് വേണ്ടി അത്ഭുതം കാണിക്കുവാനോ സഹായഹസ്തം മുഖേന വിശ്വാസത്തിലേക്ക് നയിക്കുവാനോ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. ആ അവസരത്തിൽ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ധനികരായ എൻ്റെ സുഹൃത്തുക്കൾ സഹായം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞിരിക്കും. അതുപോലെ തന്നെ സഹോദരന്മാരോടുള്ള സ്നേഹത്തെ പ്രതി സഹായഹസ്തം നീട്ടേണ്ടത് എങ്ങനെയെന്ന് എന്നോടുള്ള സഹവാസം മുഖേന എൻ്റെ അപ്പസ്തോലന്മാരും പഠിച്ചിട്ടുണ്ടാവും. ഇന്നലെ പരമദരിദ്രനായ ഒരാളിൽ നിന്നും ധനികന്മാരെല്ലാം തന്നിട്ടുള്ളതിനേക്കാൾ അധികമായി ഒന്നെനിക്ക് ലഭിച്ചു. അയാൾ എന്നെപ്പോലെ തന്നെ ഒരു ദരിദ്രനാണ്. എങ്കിലും പണം കൊടുത്തു വാങ്ങാൻ കഴിയാത്ത എന്തോ ഒന്ന് അയാൾ എനിക്ക് തന്നു. അതെന്നെ സന്തുഷ്ടനാക്കി. എൻ്റെ ബാല്യത്തിലെയും യൗവനത്തിലെയും പ്രശാന്തമായ കാലത്ത് അത് അനുസ്മരിപ്പിച്ചു. അന്ന് ഓരോ ദിവസവും വൈകുന്നേരം ദൈവത്തിൻ്റെ കരങ്ങൾ എൻ്റെ ശിരസിൽ വെച്ച് അവിടുന്ന് എൻ്റെ മേൽ അനുഗ്രഹങ്ങൾ വർഷിച്ചിരുന്നു. ആ അനുഗ്രഹം എൻ്റെ ഉറക്കത്തിന് കാവലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ പാവപ്പെട്ട ഈ സുഹൃത്ത് തൻ്റെ അനുഗ്രഹത്താൽ എന്നെ ഒരു രാജാവായി അഭിഷേകം ചെയ്തു. അദ്ദേഹം എനിക്ക് തന്നത് എൻ്റെ ധനിക സുഹൃത്തുക്കളിൽ ആർക്കും തരാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ നിങ്ങൾക്ക് സ്നേഹവും വിശുദ്ധിയും ഉണ്ടെങ്കിൽ പണമില്ലെങ്കിൽ പോലും ദരിദ്രരെയും ക്ഷീണിതരെയും നിരാശരെയും സഹായിക്കുവാൻ കഴിയും. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പണമില്ല എന്നതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യരുത്. ആവശ്യമുള്ളത് നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും. നിങ്ങളുടെ ഭാവിയെപ്പറ്റി നിങ്ങൾ അമിതമായി വ്യാകുലപ്പെടേണ്ട.
തൻ്റെ മുന്നിലുള്ള ഭാവി എത്രത്തോളം വരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഭക്ഷണത്തെക്കുറിച്ചോ ശരീരത്തിന് ചൂട് നൽകുന്ന വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉദാരതയോ കൈകാലുകളേക്കാൾ എത്രയോ വിലപിടിപ്പുള്ളതാണ് നിങ്ങളുടെ ആത്മാവ്. അതിന് നിങ്ങളുടെ ഭക്ഷണത്തെയും വസ്ത്രത്തെയും കാൾ വിലയുണ്ട്. ഭക്ഷണത്തെക്കാൾ ഭൗതിക ജീവിതത്തിനും വസ്ത്രത്തെക്കാൾ ശരീരത്തിനും വിലയുള്ളതുപോലെയാണ് ഇത്. നിങ്ങളുടെ പിതാവിനും ഇതറിയാം. നിങ്ങളും ഇതറിഞ്ഞിരിക്കേണ്ടതാണ്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവ വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യുന്നില്ല. സ്വർഗസ്വനായ പിതാവ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനാൽ അവ ഒരിക്കലും വിശന്ന് ചാകുന്നില്ല. പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടികളായ നിങ്ങൾ ഇതിലും എത്രയോ അധികം വിലപ്പെട്ടവരാണ്. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചാലും സ്വന്തം ഉയരത്തിൽ ഒരു മുഴം കൂട്ടുവാനോ നിങ്ങളിൽ ആർക്ക് കഴിയും? ഇപ്രകാരം ഒരു ഉയരം പോലും കൂട്ടുവാൻ കഴിയുകയില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി എങ്ങനെ മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും? ധനം വർദ്ധിപ്പിച്ച് ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ ദീർഘവും സന്തുഷ്ടവുമായ വാർദ്ധക്യകാലം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് മരണത്തോട് ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നു പറയാൻ കഴിയുമോ? ഇല്ല, കഴിയുകയില്ല. പിന്നെ എന്തിനാണ് ഭാവിയെക്കുറിച്ചുള്ള ഈ ഉത്കണ്ഠ? ഒരു വസ്ത്രം പോലും കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത നിങ്ങൾ ധനസമ്പാദനത്തിന് വേണ്ടി ഇത്രയധികം പാടുപെടുന്നത് എന്തിനാണ്? പാടത്ത് വളരുന്ന ലില്ലിച്ചെടികളെ നോക്കുക. അവ അധ്വാനിച്ച് പണിയെടുക്കുന്നില്ല, കച്ചവടക്കാരിൽ നിന്നും തുണി വാങ്ങുന്നില്ല. എന്നിട്ടും അവയുടെ ഭംഗി നോക്കുവിൻ. സോളമന്റെ രാജകീയമായ കുപ്പായങ്ങൾക്ക് പോലും ഇത്രയധികം ഭംഗി ഉണ്ടായിരുന്നില്ല. ദൈവം പാടത്തെ പുൽക്കൊടികളെ ഇത്രയധികം അണിയിക്കുന്നുവെങ്കിൽ തൻ്റെ മക്കളായ നിങ്ങളെ അവിടുന്ന് എത്രയധികം അണിയിക്കും. പുൽക്കൊടികൾ ഇന്ന് ഇത്ര ഭംഗിയുള്ളവയാണെങ്കിലും നാളെ അത് അടുപ്പിൽ വീണ് ചാരമായി തീരേണ്ടവയോ കന്നുകാലികൾക്ക് ഭക്ഷണമായി ചാണകമായി തീരേണ്ടവയോ ആണെന്ന് ഓർക്കുക. നിങ്ങൾ ഒരിക്കലും അല്പവിശ്വാസികളാകരുത്. അനിശ്ചിതമായ ഭാവിയെ ചൊല്ലി ഉത്കണ്ഠപ്പെടുകയും അരുത്. വയസ്സുകാലത്ത് ഞാനെന്ത് ഭക്ഷിക്കും, ഞാനെന്ത് കുടിക്കും, ഞാനെന്തുടുക്കും എന്നിനെ നിങ്ങൾ പറയരുത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വാസമില്ലാത്ത പുറംജാതിക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ദുഃഖിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് സ്നേഹപൂർണനായ ഒരു പിതാവുണ്ട്. അവിടത്തേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാമെന്നും അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ആ പിതാവിൽ വിശ്വാസം അർപ്പിക്കുക. യഥാർത്ഥമായും ആവശ്യമുള്ള വിശ്വാസം, നന്മ, ഔദാര്യം, വിനയം, കാരുണ്യം, പരിശുദ്ധ, നീതി, അച്ചടക്കം എന്നിവ നിങ്ങൾ ആദ്യം അന്വേഷിക്കുവിൻ. പിന്നീട് മറ്റുള്ളവ അന്വേഷിക്കുവിൻ. ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുന്നതിനും അവിടുത്തെ രാജ്യത്തിൻ്റെ അവകാശികളായി തീരുന്നതിനും ഇതാണ് ആവശ്യം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നത് എന്തെന്നാൽ മറ്റു കാര്യങ്ങളെല്ലാം ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഒരു വിശുദ്ധനേക്കാൾ ധനികനായ ധനവാനില്ല, അതിലും സുരക്ഷിതമായവനും വേറെയില്ല. വിശുദ്ധൻ ദൈവത്തോടു കൂടെയും ദൈവം വിശുദ്ധനോടു കൂടെയും ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ തൻ്റെ ശരീരത്തിനു വേണ്ടി യാതൊന്നും ചോദിക്കുന്നില്ല, എങ്കിലും അവിടുന്ന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നു. വിശുദ്ധൻ തൻ്റെ ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം ഈ ലോകത്തിൽ വെച്ച് തന്നെ അവന് കൊടുക്കുന്നു, പരലോകത്തിൽ വെച്ച് സ്വർഗവും കൊടുക്കുന്നു. അതിനാൽ ലൗകികമായ സമ്പത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പരക്കം പായരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പക്കലുള്ള സമ്പത്തിനോളം അതിന് വിലയില്ല. നിങ്ങളുടെ അപൂർണതകൾ നിങ്ങളെ ദുഃഖിപ്പിക്കരുത്. നാളെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടരുത്. നാളത്തെ കാര്യം നാളെ നടക്കും. നാളെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയും. അതിനെ ചൊല്ലി ഇന്ന് ദുഃഖിക്കുന്നത് എന്തിന്? ജീവിതം ഇന്നലകളുടെ ദുഃഖസ്മൃതികളിൽ കൊണ്ടും ഇന്നത്തെ പ്രശ്നങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വലിച്ചു വെക്കേണ്ടതുണ്ടോ? ഓരോ ദിവസത്തെയും ദുഃഖം കൂടി വലിച്ചു വെക്കാതെ തന്നെ ഓരോ ദിവസവും നാം ഉദ്ദേശിക്കുന്നതിലും അധികം പ്രയാസങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ദൈവത്തിൻ്റെ മഹത്തായ വചനമായ ഇന്ന് എന്ന് എപ്പോഴും പറയുക. നിങ്ങൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മക്കളാണ്. അതിനാൽ ദൈവത്തോടൊപ്പം നിങ്ങളും പറയുക, ഇന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം തരുന്നു. ഒരു പുതിയ ഇന്നിൻ്റെ ഉദയം വരെ അത് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.
നാളെ ദൈവനാമത്തിലുള്ള എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വീണ്ടും തരുന്നതാണ്.